ദക്ഷിണേന്ത്യ ഇപ്പോഴും ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി മുൻപിൽ നിൽക്കുകയാണ്. കാര്യമായ സ്വാധീനമുണ്ടായിരുന്ന കർണാടകയിൽ പോലും നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയുമോ എന്ന കാര്യം സംശയത്തിലാണ്. രാമക്ഷേത്ര ഉദ്ഘാടനം വടക്കേ ഇന്ത്യയിൽ ബി.ജെ.പി അനുകൂല തരംഗം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തെക്കേ ഇന്ത്യയിൽ ഇത് എന്ത് തരത്തിലുള്ള തന്ത്രമാണ് അവതരിപ്പിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിലാണ് ബി.ജെ.പി. കൊച്ചിയിൽ നടന്ന യുവാക്കളുമായുള്ള സംവാദ പരിപാടി, തൃശൂരിൽ നടന്ന വനിതാ സംഗമം എന്നിവയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് എത്തുകയാണ് മോദി. 2019 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മോദി ആദ്യം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മോദി എത്തും. തൃശൂർ പിടിക്കാൻ ബി.ജെ.പി ഇറക്കിയ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നത് ഒന്നിലധികം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ്. വനിതാ സംഗമത്തിൽ കണ്ട വമ്പിച്ച ആൾക്കൂട്ടം മോദിയുടെ ജനപ്രീതിയുടെ ആഴം വെളിവാക്കുന്നതാണ്. ഈ തിരിച്ചറിവിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ശാപം തീർക്കാൻ വീണ്ടും പ്രധാനമന്ത്രിയുടെ രംഗത്തിറക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഉടനീളമുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങൾക്ക് തന്നെ മുഖ്യ പരിഗണന നൽകാനാവും പാർട്ടിയുടെ ശ്രമം. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നത്. കൂടാതെ രണ്ടാമത്തെ ലക്ഷ്യമായി ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ ബി.ജെ.പി ഉറപ്പാക്കുന്നുണ്ട്. അത് മുഖ്യമായും പ്രധാനമന്ത്രിയുടെ അജണ്ടയിലുള്ള വിഷയമാണ്. കേരളത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ തങ്ങൾക്കൊപ്പം ചേർക്കുക വഴി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാകുമെന്നാണ് അവർ കരുതുന്നത്. ഇതിനായാണ് മധ്യ കേരളത്തിൽ തന്നെ അവർ പിടിമുറുക്കുന്നത്. സഭാ നേതൃത്വങ്ങളെ ഒപ്പം നിർത്താനുള്ള ജയം വിജയിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അത്ഭുതങ്ങൾ കാട്ടുമെന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഇതിന് മോദി എഫക്റ്റ് കൂടി ഇന്ത്യൻ പകരുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.